മൗനസഞ്ചാരിയിലേക്ക് സ്വാഗതം. എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങൾ തോൽക്കുകയാണോ? നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലേ? മനസ്സിൻ്റെ ധൈര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇതൊന്നും മനസ്സിൽ സൂക്ഷിക്കുക. ഒരു തോൽവി പോലുമില്ലാതെ ആരും തന്നെ വിജയിച്ച ചരിത്രമില്ല. തോറ്റ് തോൽവിയുടെ അവസാനമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. നിങ്ങൾ എവിടെയൊക്കെ തോറ്റോ അവിടെയെല്ലാം തന്നെ നിങ്ങൾക്ക് പഴയതിലും ശക്തമായി മുന്നോട്ടു പോകാനുള്ള മറ്റൊരു വഴി കൂടി തുറന്നു കിടക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു തോൽവി നിങ്ങളുടെ മനസ്സിനെ വളരെ സങ്കടപ്പെടുത്തും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എത്ര നേരം, എത്ര നാൾ സങ്കടപ്പെട്ടിരിക്കണം എന്നുള്ള സമയം നിങ്ങൾ സ്വയം തീരുമാനിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനും മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് കഴിയണം. ഒരു തോൽവിയിലൂടെ നിങ്ങളുടെ മനസ്സ് തളരുമ്പോൾ ആ അന്തരീക്ഷത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഒരു നല്ല യാത്രയ്ക്ക് നിങ്ങളെ ശക്തമായി തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. ചില ആളുകൾ ജീവിതത്തിൽ പെട്ടെന്ന് വിജയങ്ങൾ നേടിയെടുക്കും. മറ്റു ചിലർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ചിലർ എത്ര ശ്രമിച്ചാലും തോറ്റുകൊണ്ടേയിരിക്കും. ഏത് തോൽവിയിലും വിജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്ത് വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് മനസ്സിൽ കാണുക. അതിനെ ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസവും ഉണ്ടായിരിക്കണം. എത്ര വട്ടം നിങ്ങൾ തോറ്റാലും പരിശ്രമങ്ങളും പ്രതീക്ഷയും കൈവിടാതിരിക്കുക. കാരണം വിജയത്തിൽ എത്താൻ വളരെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒത്തിരി കഷ്ടപ്പാടിലും തോൽവിയിലും മാത്രമേ നിങ്ങൾ അവിടെ എത്തിപ്പെടുകയുള്ളൂ. പക്ഷേ ആ വിജയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ വന്ന വഴിയിലെ കഷ്ടപ്പാടിനെക്കുറിച്ച്, അത് നേടാൻ ചെയ്ത പരിശ്രമങ്ങളെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു പക്ഷേ ഇതിൻ്റെ എല്ലാം വില മനസ്സിലാക്കി തരാനാണ് ദൈവം നിങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചത് എന്ന്. സത്യത്തിലൂടെ സഞ്ചരിച്ച് പരിശ്രമിച്ച് തോറ്റ് ജയിച്ചവൻ്റെ വിജയം അതൊരിക്കലും ഒരു ചെറിയ വിജയമായിരിക്കില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ തന്നെ മൊത്തം മാറ്റമായി അത് മാറിത്തീരും എന്നുള്ളത് 100% ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.